നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ വാട്സപ്പിൽ നമുക്ക് ആപ്പുകൾ സെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആപ്സ് ബാക്കപ്പ് ആൻഡ് റിസ്റ്റോർ എന്നാണ് ആപ്പിൻ്റെ പേര്. ആദ്യം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മൾ ആദ്യമായിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചില പെർമിഷൻസ് ചോദിക്കും, അത് എലോ കൊടുക്കുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ആപ്പാണോ സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു ആപ്പ് സെലക്ട് ചെയ്യുക. ഇപ്പം ഇതിൽ എല്ലാ ആപ്പുകളും നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് ഏത് ആപ്പാണോ സെൻഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇപ്പം എനിക്ക് ഈ ഒരു ആപ്പാണ് സെൻഡ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുക, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നമുക്ക് ഷെയർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷൻസ് ഇതിൽ വരുന്നതായിരിക്കും. നമുക്ക് വാട്സപ്പ് വഴിയാണ് സെൻഡ് ചെയ്യേണ്ടത്. അപ്പം വാട്സപ്പ് സെലക്ട് ചെയ്യുക. വാട്സപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഏത് നമ്പറിലോട്ടാണോ സെൻഡ് ചെയ്യേണ്ടത് അതിലോട്ട് സെൻഡ് ചെയ്യുക. ഇപ്പം ആ ഒരു ആപ്പ് സെൻഡ് ആവുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ ഒരു ഫോണിലോട്ട് ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ആപ്പ് എൻ്റെ ഈ ഒരു ഫോണിലോട്ട് എത്തിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ എനിക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് തന്നെ ഈ ഒരു ആപ്പ് എനിക്ക് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് വാട്സപ്പ് വഴി ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കാര്യം കാണിക്കുന്നതായിരിക്കും. ഇവിടെ താഴെ സെറ്റിങ്സ് ഒന്ന് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും. ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്നുള്ള ഒരു പേജിലോട്ട് പോകുന്നതായിരിക്കും. ഇതിൽ താഴെ എലോ ഫോർ ദിസ് സോഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ഓണാക്കി വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വാട്സപ്പ് വഴി ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വാർണിംഗ് മെസ്സേജ് കാണിക്കുന്നതായിരിക്കും. അത് ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ആപ്പ് വാട്സപ്പ് വഴി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ബാക്ക് അടിക്കുക. എന്നിട്ട് ആപ്പിൽ വീണ്ടും ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വാട്സപ്പ് വഴി ആപ്പുകൾ സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.